തകർന്നു വീഴാറായ വീടുകളിൽ കടുത്ത അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണ് കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ മലവേടൻ കോളനിയിലുള്ള 22 കുടുംബങ്ങൾ. മാലിന്യ പ്രശ്നവും ശരിയായ ശുചിമുറി സംവിധാനങ്ങളും ഇല്ലാത്തതുമൂലം കോളനിവാസികൾ ആരോഗ്യ പ്രശ്നങ്ങളും വലിയ തോതിൽ നേരിടുന്നുണ്ട്. പട്ടയവും ജാതി സർട്ടിഫിക്കറ്റും ഇല്ലാത്തതിന്റെ ദുരിതങ്ങൾ വേറെയും ഇവർ അനുഭവിക്കുകയാണ്. 3 പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ദുരിതത്തിന് സർക്കാർ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കോളനിവാസികൾ ആവശ്യപ്പെടുന്നത്. ഇത് കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്ത് 12-ാം വാർഡിലെ മലവേടൻ കോളനിയിൽ താമസിക്കുന്ന ജനാർദ്ദനൻ്റെ വീട്. യഥാർത്ഥത്തിൽ വീട് എന്ന് വിളിക്കാൻ കഴിയില്ല. പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ ഒരു കുടിലാണ്. മലവേടൻ കോളനി നിവാസികളുടെ ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ജനാർദ്ദനൻ്റെ ഈ വീട് എന്ന് പറയാം. എൻ്റെ പ്രകൃതിക്ഷോഭം വീട് പോയതാ. പക്ഷേ അന്ന് 10,000 രൂപ തന്നിട്ടുള്ളൂ. ഉള്ള നമുക്കിവിടെ നല്ല വീടുകളില്ല. വരുന്നവർ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഏരിയ മൊത്തം വെള്ളം കണ്ടു. ഇപ്പോൾ വെള്ളം താന്നു പോയതേ ഉള്ളൂ. കോളനിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലവേടൻ വിഭാഗത്തിൽപ്പെട്ട 22 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 32 വർഷം മുൻപ് കോട്ടയം നാഗമ്പടം റെയിൽവേ പുറമ്പോക്കിൽ നിന്നും ഈ കുടുംബങ്ങൾ ഇവിടേക്ക് മാറ്റി താമസിപ്പിക്കപ്പെട്ടതാണ്. അന്ന് നിർമ്മിച്ച വീടുകളിൽ പിന്നീട് ഒരു അറ്റകുറ്റപ്പണി പോലും നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ 94-ൽ വന്നതാണ്. ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാറില്ല. വീട് പോലും തരാനായിട്ടും അധികാരികളൊന്നും ഒരു കാര്യത്തിനും പങ്കെടുക്കുന്നില്ല. 2 സെന്റ് വീതം ഭൂമിയിലാണ് ഓരോ വീടും സ്ഥിതി ചെയ്യുന്നത്. മാലിന്യ പ്രശ്നമാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മഴ ശക്തമാകുമ്പോൾ വീടുകളുടെ മുറ്റത്തേക്ക് പാടത്തു നിന്നും വെള്ളം കയറും. ഒപ്പം ഇഴജന്തുക്കളും വീടുകളിലേക്ക് നീന്തിയെത്തും. പാമ്പ് കടിച്ച ഒരു കൊച്ചു വെള്ളത്തിൽ വീണ് മരിച്ച്. പാമ്പപ്പ വേണേലും കയറി വരാം. ഏത് സമയത്ത് വേണേലും ഏത് വീട്ടിൽ വേണേലും കയറി പോയി ഏത് മൂല വേണേലും കയറി ഇരിക്കാം പതുങ്ങി. മലവേടൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെങ്കിലും പലർക്കും ജാതി സർട്ടിഫിക്കറ്റ് പോലും ലഭിച്ചിട്ടില്ല. ഇതുമൂലം ഇവർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. അത് എൻ്റെ കൊച്ചിന് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. അതായത് ഗ്രാൻഡ് കിട്ടുന്നില്ല. അത് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഗ്രാൻഡ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫീസ് അവിടെ ചെന്ന് അന്വേഷിച്ച് പറഞ്ഞു ഇന്ന പോലെയാ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. നമുക്കതില്ല. ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് പോലും അനുമതിയും ലഭിക്കില്ല. പട്ടയം എന്ന് പറയുന്ന സംഭവം ഇവിടെ ആർക്കും ഇല്ല. ഇത്രയും കുടുംബം ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ ഏതൊക്കെ കുടുംബമാണെന്ന് ചെന്ന് നോക്കാവോ? നല്ല പെരയായിട്ട് ഇരിക്കുന്ന കുടുംബം നോക്കാവോ? മിക്ക വീടുകളുടെയും തറയും ഭിത്തിയും മേൽക്കൂരയുമെല്ലാം തകർന്ന നിലയിലാണ്. കോളനിയിലുള്ള അംഗൻവാടിയുടെ അവസ്ഥയും പരിതാപകരമാണ്. 10ഓളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയുടെ മേൽക്കൂര ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. ഈ വീടുകളിലെ ഭൂരിഭാഗം പുരുഷന്മാരും തെങ്ങുകയറ്റത്തിന് പോയാണ് ഉപജീവനം കണ്ടെത്തുന്നത്. മഴക്കാലമായാൽ ആർക്കും ജോലിയും കൂലിയുമില്ല. തുച്ഛമായ വരുമാനം കൊണ്ട് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നിർവാഹവുമില്ല. ഈ തെങ്ങേറ്റ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കെല്ലാം ജോലി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ പൈസ തന്നെ ഇപ്പം നമുക്ക് സർക്കാർ ആശുപത്രിയിൽ പോയാൽ നമുക്ക് ആ മരുന്ന് പിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഡോക്ടറെ വീട്ടിൽ പോയി കാണേണ്ട സൗകര്യം. അപ്പം വണ്ടിക്കൂലി, മരുന്നിനുള്ള ഡോക്ടർ ഫീസ്, ഇങ്ങനെ എല്ലാമായിട്ട് ദിവസവും ഓടിക്കൊണ്ടേ ഇരിക്കുക. ഈ കുടുംബങ്ങളിലെ മുതിർന്നവർക്കെല്ലാം സ്വന്തമായി റേഷൻ കാർഡും ഗ്യാസ് കണക്ഷനും വോട്ടർ ID കാർഡും ഒക്കെയുണ്ട്. എന്നാൽ ഇവരുടെ വോട്ട് കിട്ടി ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പ്രായമായവരും കിടപ്പുരോഗികളുമൊക്കെ ഇതിൽ പല വീടുകളിലുമുണ്ട്. 3 പതിറ്റാണ്ട് പിന്നിട്ട തങ്ങളുടെ ദുരിത ജീവിതത്തിന് സർക്കാർ തലത്തിൽ പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം.